രണ്ടാമത്തത് ഒരു നേതൃപാഠവും നമുക്ക് ലഭ്യമാവും. അത് ദർസിലാണെങ്കിലും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിലും SYSന്റെ പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത്, അങ്ങനെ എത്രയോ നേതൃത്വത്തിന്റെ സംഗതികളുണ്ടല്ലോ, അവസരങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ ക്ഷമ കാണിക്കുന്ന ആളായിരിക്കും വിജയിക്കുക. സൂറത്തു സജദയുടെ 24-ാമത്തെ വാക്യം. ക്ഷമ കാണിച്ചപ്പോൾ അവർ അയിമ്മത്തായി മാറിയെന്നാണ്, അവർ നേതാക്കളായി മാറി. നമ്മുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന, നന്മ എത്തിച്ചേരുന്ന, വിജയം നേടുന്ന നേതാക്കളുണ്ടായി അവരിൽ. എങ്ങനെ? ലമ്മാ സബറു, അവർ ക്ഷമ കാണിച്ചപ്പോൾ. അപ്പോൾ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്ക് എടുത്ത് ചാടി തീരെ വിവേകം കാണിക്കാതെ ഒരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനം തന്നെ തകർന്നു പോകും. ഒരു കുട്ടിയിൽ നിന്ന് എന്തോ ഒരു അപാകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാതെ അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ആ കുട്ടിയുടെ ഭാവി തന്നെ നശിച്ചു പോകും. പരിചയത്തിൽ എത്ര മുത്താലിമ്യങ്ങളുണ്ട്, നന്നായിട്ട് പഠിച്ചിരുന്നവർ, ഭാവിയിൽ ദീനിന്റെ പ്രബോധകരാവാൻ നല്ല ചാൻസും സാധ്യതയും ഉണ്ടായിരുന്നവർ, ഉസ്താദിന്റെ അവിവേകം കൊണ്ട് ചിലപ്പോൾ ദർസിന്ന് പുറത്താക്കപ്പെട്ടു. അത് കാരണം പിന്നീട് അങ്ങാടി പയ്യനായി മാറി. അങ്ങനത്തെ ഒരു കുട്ടിയെ ഇപ്പം ഞാനിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നോമ്പ് കഴിയട്ടെ, എന്നെ ഞാൻ ദർസിലാക്കി തരാമെന്നും പറഞ്ഞിട്ട് അവൻ്റേതല്ലാത്ത കാരണത്താൽ അവൻ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി മതി ഓതിയത്, ഇനി മതി എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഓതിയിട്ട് ഇപ്പോൾ അതല്ല ഉണ്ടായത് എന്ന് ചോദിച്ചു. അയാൾക്ക് കാര്യം ബോധ്യമായി, അത്രമേൽ പ്രശ്നമൊന്നും അല്ല, ഇത് ഇവൻ്റെ കാരണമല്ല എന്ന് ബോധ്യമായി. അപ്പോൾ ഇനി മതി ഓതിയത്, നിർത്തിക്കളാന്ന് പറഞ്ഞു. ഇനി അവൻ്റെ മുമ്പിലെ മാർഗങ്ങൾ എന്താണ്? ഡിഗ്രി പൂർത്തിയായിട്ടില്ല, അതങ്ങനെ തീരും. കിതാബത്ത് പൂർണ്ണമായിട്ടില്ല, അതും അവിടെ അവസാനിക്കും. ഇനി ഏതെങ്കിലും തലത്തിൽ അങ്ങനെ ഒരു ചാടിപ്പോക്കുണ്ടാകും. ചാടിപ്പോയ കുട്ടികളൊക്കെ പൊതുവെ എത്തിച്ചേരുന്നത് അവിടെ. നിങ്ങൾ കോഴിക്കോട് ടൗണിലൊക്കെ പോയി നോക്കൂ, ഹോട്ടലിൽ തുടക്കാനും നിലം കഴുകാനുള്ള കുട്ടികളൊക്കെ ചാടിപ്പോകുന്നവരായിരിക്കും. ഞാൻ ഏതെങ്കിലും സംവിധാനത്തിന് എതിർക്കൊന്നുമല്ല, അനുഭവം പറയാണ്. ഇങ്ങനത്തെ ആളുകൾ വളരെ പെട്ടെന്ന് ഈ ആസാൻമാർഗികതയിലേക്ക് എത്തിച്ചേരും.